വ്യക്തിപരമായിട്ട് ഒരു ആഗ്രഹമില്ലാതെ, നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ താല്പര്യമില്ലാതെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ മുൻകൈ എടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവണം. ഇത്രയും കാലം ജീവിച്ചതുപോലെ പോരാ, ഇപ്പോൾ ജീവിക്കുന്നതും ഒരു പടി കൂടെ വിശുദ്ധിയുടെ പടവിലേക്ക് എനിക്ക് കടന്നു വരണം. ഞാൻ ഇന്നലെ വരെ അല്ല ഇന്ന് രാവിലെ വരെ എങ്ങനെ ജീവിച്ചോ അതിലും ഉപരിയായ ഒരു വിശുദ്ധിയുടെ പടവിലേക്ക് എനിക്ക് കടന്നു വരണം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഞാൻ പറയുന്നു, നാളെയല്ല അത്ഭുതം, ഇന്ന് ഇപ്പോഴാണ് അത്ഭുതം നടക്കാൻ പോകുന്നത്. ഉറപ്പാണത്. ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മാവിൽ വരുന്നൊരു ശക്തമായ ചിന്ത ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ സമൂഹത്തിൽ ഉള്ള ഓരോ വ്യക്തികളും എടുക്കേണ്ട ശക്തമായ ഒരു തീരുമാനം, ആദ്യമേ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക. അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, നാവിനെ വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പത്രോസ്ലിയുടെ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നു. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ 8, 9, 10 വചനങ്ങൾ. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കും. നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യം ഉള്ളവരാവണം. ആദ്യത്തെ പടി ഹൃദയത്തിൻ്റെ ഐക്യം. നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള് എല്ലാവരും തമ്മിൽ ഹൃദയ ഐക്യമുണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഹൃദയം കൊണ്ട് ഐക്യമുണ്ടാകണം. എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാനും ഐക്യപ്പെടാനും തയ്യാറാവണം. അനുകമ്പയും സഹോദര സ്നേഹവും ഉണ്ടോ? അനുകമ്പ കാണിക്കണം. അനുകമ്പയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ ഓരോരുത്തർ മാറണം. കഠിനമായ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കണം. സഹോദര സ്നേഹം, സ്നേഹമാണ് ഏറ്റവും വലുത്. സഹോദര സ്നേഹമുണ്ടാവണം. കരുണയും വിനയം ഉണ്ടാവണം. കരുണയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി, വിനയമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അടുത്ത വചനം പറയുന്നു, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്മയോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. തിന്മയ്ക്ക് പകരം ഞങ്ങൾ തിന്മ ചെയ്യരുത്. നമ്മളോട് തിന്മ ചെയ്തവർ കാണും, നമ്മളെ ദ്രോഹിച്ചവർ കാണും. പക്ഷേ അവരോട് തിരിച്ച് തിന്മ ചെയ്യരുതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിന്ദനത്തിന് നിന്ദനം പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. നമ്മളെ നിന്ദിച്ചവരെ നമ്മൾ നിന്ദിക്കരുത്, അവരെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ഓരോരുത്തരും. അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം ദൈവമക്കളുടെ അവകാശമാണ്. അനുഗ്രഹം ദൈവമക്കൾക്ക് സ്വന്തമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് പോകുക. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. നമ്മുടെ നാവിനെയും നമ്മുടെ അധരങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം. ഒരു ആത്മീയ മനുഷ്യൻ്റെ ഉയർച്ചയുടെ ആദ്യ പടി എന്ന് പറയുന്നത് നാവിനെ നിയന്ത്രിക്കുക, അധരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നാവിനെയും അധരങ്ങളെ നിയന്ത്രിക്കാതെ നമുക്ക് അഭിഷേകത്തിൽ നിറയുവാനോ ഒരു ആത്മീയ വളർച്ച പ്രാപിക്കുവാനോ കഴിയത്തില്ല. അല്ല, അനുഗ്രഹം നമുക്ക് തടയപ്പെടുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ പാപങ്ങൾ നമ്മളെ പിന്തുടരുകയാണ്. നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല വിധത്തിലുള്ള പാപങ്ങൾ, കുറ്റം പറയുക,
കള്ളം പറയുക, ശപിക്കുക, ആണയിടുക, ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, വിമർശിക്കുക, ഒത്തിരി പാപങ്ങളുണ്ട് നാവിൻ്റെ മേഖല. നാവിനെ നമ്മൾ ഒന്ന് നിയന്ത്രിക്കാൻ നല്ലൊരു തീരുമാനമെടുക്കുക. 50 ദിവസങ്ങൾ എത്രമാത്രം കുറച്ച് സംസാരിക്കാമോ അത്രമാത്രം കുറച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. നാവിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ആത്മാവിൻ്റെ കൃപാവരങ്ങളിൽ ജ്വലിക്കത്തുള്ളൂ. നാവിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിന് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ എന്ന് വിളിച്ച് ശക്തിയോടെ അതിരം തുറന്നത് വിളിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ. നല്ലൊരു തീരുമാനം നമ്മൾ ഇപ്പോൾ തന്നെ ഹൃദയത്തിലെടുക്കുക. എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കും. നാവ് കൊണ്ടുള്ള പാപങ്ങൾ പരമാവധി ഒഴിവാക്കും. കുടുംബത്തിൽ ഐക്യം, സ്നേഹം, ക്ഷമിക്കുക, ആ ഒരു ലെവലിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരിക. അതിലൂടെ നിങ്ങളെല്ലാവരും വലിയ രീതിയിൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കൊരിന്തോസ് ലേഖനത്തിൽ വായിക്കുന്നു. 1 കൊരിന്തോസ് 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ചു കീഴടക്കണം. കണ്ണിൻ്റെ ആസക്തി, ജഡത്തിൻ്റെ ആസക്തി, മ്ലേച്ഛ വികാരങ്ങൾ, അശുദ്ധിയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോസ്തലൻ പറയുക, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ചു കീഴടക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജഡത്തിൻ്റെ ആസക്തികളെ, വികാരങ്ങളെ, കണ്ണുകളെയൊക്കെ നിയന്ത്രിച്ചു കീഴടക്കണം. അതുപോലെ ഭക്ഷണത്തിൻ്റെ ആസക്തി, ലോകത്തിൻ്റെ മോഹങ്ങൾ, ഇവയൊക്കെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് നല്ല ഉറച്ച ഒരു തീരുമാനമെടുക്കണം. ഈ 50 ദിവസത്തിലെ നോയമ്പ് നിങ്ങളുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 36-ാം അധ്യായത്തില് 25 വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ശിലാഹൃദയത്തെ എടുത്തുമാറ്റി മാംസലമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഞങ്ങളുടെ ശിലാഹൃദയം എടുത്തുമാറ്റും, മാംസലമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. എൻ്റെ നിയമങ്ങളും കൽപ്പനകളും നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും. ശിലാഹൃദയം എടുത്തുമാറ്റി മാംസലമായ ഹൃദയം കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, കഠിനമായ നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തെ കർത്താവ് മാറ്റും. മാംസലമായ ഒരു ഹൃദയം, സ്നേഹത്തിൻ്റെ, എളിമയുടെ, വിശുദ്ധിയുടെ, വിനയത്തിൻ്റെ ഒക്കെ ഒരു ഹൃദയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ശിലാഹൃദയം എടുത്തു മാറ്റും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായ ഒരു ഹൃദയം കർത്താവ് നിങ്ങൾക്ക് നൽകുവാനായിട്ട് പോകുകയാണ്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കാമോ?
യേശുനാമത്തെ ഒന്ന് വിളിച്ച് സ്തുതിച്ച്, ശക്തിയോടെ യേശുനാമത്തെ ഒന്ന് വിളിച്ച്, യേശുവേ നിന്ന് അധരം തുറന്ന് വിളിച്ച്, ഹൃദയം തുറന്നത് വിളിച്ച്, യേശുവേ. കരങ്ങളൊന്ന് അടിച്ച് സ്തുതിച്ച്, കരങ്ങളൊന്ന് ഉയർത്തി അടിച്ച്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഓരോ ആത്മീയ മനുഷ്യന്റെയും ജീവിതത്തില് കർശനമായിട്ട് ശരീരത്തെ നിയന്ത്രിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൽ ഉയരുവാനോ വളരുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ, ലൈംഗികതയെ നിയന്ത്രിക്കാതെ ഒരു വ്യക്തിക്ക് ആത്മീയ കൃപാവരങ്ങളിൽ അഭിഷേകത്തില് വളരുവാനായിട്ട് പറ്റില്ല. ആത്മീയ ജീവിതത്തിൽ വളരണമെന്ന് അനേകർക്ക് ആഗ്രഹമുണ്ട്. അവർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നാവിനെ നിയന്ത്രിക്കുക; രണ്ട്, ജഡത്തിന്റെ വികാരങ്ങളെ, ആസക്തികളെ നിയന്ത്രിക്കുക. കർശനമായിട്ട് ശരീരത്തെ അപ്പോസ്തലൻ നിയന്ത്രിച്ചുവെന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. ഇനി അനേകം വിശുദ്ധാത്മാക്കള്, വിശുദ്ധ പാദ്രി പിയോ, വിശുദ്ധ അൽഫോൻസാമ, അനേക വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മൾ അവിടെ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരുടെ ജീവിതം തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ജീവിതമായിരുന്നു. സ്വന്തം ശരീരത്തെ അവർ സഹനത്തിനായിട്ട് വിട്ടുകൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ചാട്ടവാറുകൊണ്ട് അടിക്കുക, അരയിൽ മുള്ള് അരഞ്ഞാണം കെട്ടുക, വെറും പലകപ്പുറത്ത് കിടക്കുക. അങ്ങനെയൊക്കെ പല ത്യാഗങ്ങൾ അവർ ശരീരത്തിൽ ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികതയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ വിശുദ്ധന്മാരുടെ മാതൃക നമ്മൾ മനസ്സിലാക്കണം. ആഡംബരത്തിൻ്റെയും ആസക്തിയുടെയും ഒക്കെ ഒരു ജീവിതമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എളിമയുടെയും വിശുദ്ധിയുടെയും ഒക്കെ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ വിശുദ്ധാത്മാക്കൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധാത്മാക്കളുടെ ജീവിതം തപസ്സിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, സഹനത്തിൻ്റെ, സ്വയം ത്യാഗങ്ങളും വേദനകളും ഏറ്റെടുക്കുന്ന ജീവിതമായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാൻ, നമുക്കറിയാം, അദ്ദേഹം വലിയ വിശുദ്ധനായിരുന്നു. പ്രഭു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ക്രിസ്തുവിനായിട്ട് ഇറങ്ങിത്തിരിച്ച ആ വലിയ മനുഷ്യനെ രണ്ടാം ക്രിസ്തു എന്നാണ് വിളിക്കുന്നത്. രണ്ടാം ക്രിസ്തു എന്താണ്? രണ്ടാം ക്രിസ്തു. അത്രമാത്രം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വ്യക്തിയാണ് ഫ്രാൻസിസ് അസീസി പുണ്യവാൻ. ഹല്ലേലൂയ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ, ഞാൻ അസീസിൽ പോയിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടതാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാന് ഒത്തിരി തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജഡത്തിൽ അമിതമായ ജഡത്തിൻ്റെ വികാരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആ വിശുദ്ധന് ചെയ്തത് എന്താ? ഒരു മണ്ടത്തരം കാണിച്ചല്ലേ? മണ്ടത്തരമാണോ? എന്താ ചെയ്തെന്നറിയാമോ? അവിടെ മുറ്റത്തു നിന്ന്, ആശ്രമത്തിൻ്റെ മുറ്റത്തു നിന്ന് റോസച്ചെടി, ആ റോസച്ചെടി മേലേക്ക് വീണ് കിടന്നിട്ട് കുപ്പായൊക്കെ മാറ്റി കിടന്ന് ഉരുണ്ടു. അപ്പം ശരീരമെല്ലാം കീറി മുറിഞ്ഞ് രക്തം ഒഴുകാൻ തുടങ്ങി. ആ റോസച്ചെടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പോൾ ഞാനവിടെ പോയിട്ടുണ്ട്. അത്രയും ആ ഭാഗത്തെ റോസച്ചെടിയിൽ മുള്ളുകൾ ഇല്ല. പക്ഷേ ആ റോസച്ചെടിയിൽ കമ്പ് മുറിച്ച് വേറെ എവിടെയും വെച്ച് കഴിഞ്ഞാൽ അത് കിളുക്കും. അതിന് മുള്ളുണ്ട്, അതിന് പൂവുണ്ട്. ഈ മുള്ളില്ലാത്ത റോസ് ചെടിക്ക് പൂവുണ്ട്, പക്ഷേ ആ ഒറ്റ ചെടിക്കും മുള്ളുകളില്ല. അന്ന് അസീസി പുണ്യവാൻ കിടന്ന് ഉരുണ്ട ആ റോസ ചെടികൾ ഇന്നും അവിടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുണ്യവാന് ആ റോസച്ചെടിയുടെ മുകളിൽ കിടന്ന് തൻ്റെ കുപ്പായ പൂരി മാറ്റിയിട്ട് കിടന്ന്
ഉരുണ്ടു. അപ്പൊ ശരീരമെല്ലാം കീറി മുറിഞ്ഞ് രക്തമൊഴുകുക. അദ്ദേഹം കാണിച്ചത് മണ്ടത്തരമല്ല. അപ്പൊ ശരീരത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ആ വിശുദ്ധൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായത്. ഇന്ന് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഉള്ള വിശുദ്ധി നഷ്ടപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം അല്ലേ, ആണോ? ഇത് കയ്യിലുണ്ട്. ലോകത്തിലുള്ള സകല അശുദ്ധികളും ഈ മൊബൈൽ ഫോണിലൂടെ കാണാം. ഇന്ന് യുവതലമുറ നശിക്കുന്നു. മുതിർന്നവര്, ആത്മീയ ജീവിതത്തിലുള്ളവര് എല്ലാവരും തകർന്നു പോകുന്നതിന് പിന്നിൽ ഈ മൊബൈൽ ഫോൺ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആര് എതിർത്താലും സത്യമാണ്. ലോകത്തിന്റെ വാർത്തകള്, മറ്റ് മ്ലേച്ഛതകള് എല്ലാം ഈ മൊബൈലിൽ ഉണ്ട്. ഇതുമായിട്ട് അനേക മണിക്കൂറുകൾ ഇങ്ങനെ സമയം കളയുകയാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവണം. പരിത്യാഗത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. ദൈവസന്നിധിയിൽ നമ്മൾ എളിമപ്പെടണം. പാപകരമായ എല്ലാ ജീവിതത്തിൻ്റെ വഴികളും ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാവിനെ കർശനമായിട്ട് എല്ലാവരും നിയന്ത്രിക്കുക, അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.